പ്രിയപ്പെട്ട പുയപ്പത്തൊടി ഫാമിലിയിലെ കാരണവന്മാർ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രിയ കൂട്ടുകാർ, മറ്റെല്ലാവർക്കും ഈ ഒരു സാഹിത്യോത്സവത്തിൻ്റെ ഫാമിലി സാഹിത്യോത്സവത്തിൻ്റെ മനോഹരമായ വേദിയിൽ, എന്തുകൊണ്ടും സന്തോഷം നിറഞ്ഞ ഈ വേദി, നമുക്കറിയാം സാഹിത്യോത്സവം അതിൻ്റെ 33ാമത് എഡിഷനിലേക്ക് കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ എല്ലാ ഫാമിലികളിലും സാഹിത്യോത്സവങ്ങൾ നടന്നു വരുന്നു. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അവരുടെ വീട്ടിൽ വെച്ച് നടക്കുകയുണ്ടായി. അങ്ങനെ പല ദേശീയ തല ഉദ്ഘാടനവും സെക്ടർ തല ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ തച്ചണ്ണ യൂണിറ്റിലെ ഫാമിലി സാഹിത്യോത്സവത്തിൻ്റെ യൂണിറ്റ് തല ഉദ്ഘാടന വേദിയിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞ വർഷത്തെക്കാൾ ഉപരി ഈ വർഷവും നമ്മുടെ യൂണിറ്റിൽ എല്ലാ ഫാമിലികളിലും വളരെ സജീവമായ രീതിയിൽ തന്നെ ഇത്തരം സാഹിത്യോത്സവങ്ങൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഈ ഫാമിലി സാഹിത്യോത്സവം കഴിഞ്ഞാൽ ബ്ലോക്ക് തല മത്സരങ്ങൾ, അത് കഴിഞ്ഞാൽ യൂണിറ്റ് മത്സരം, കഴിഞ്ഞാൽ സെക്ടർ തല മത്സരം, അങ്ങനെ തുടങ്ങി ഇതിൻ്റെ സ്റ്റേറ്റ് തലവും നാഷണൽ തലവും വരെ പോകുന്ന ഈ ഒരു മത്സര പരിപാടി, അതിൻ്റെ ഏറ്റവും താഴ്ന്ന ഒരു ഘട്ടമാണ്, ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഘട്ടമാണ് ഫാമിലി സാഹിത്യോത്സവം അഥവാ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം സാഹിത്യോത്സവങ്ങൾ. ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫാമിലികൾ തുടങ്ങുന്ന അഥവാ വീട്ടകങ്ങളിൽ നിന്ന് തുടങ്ങുന്ന ഇത്തരം സാഹിത്യോത്സവ വേദികളാണ്. കാരണം ഒരുപാട് പ്രതിഭകളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ മക്കളിലും മറ്റുമായിട്ട് കഴിവുകൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ ഏറ്റവും ഉചിതമായ ഒരു മാർഗമാണ് ഇത്തരം ഫാമിലി സാഹിത്യോത്സവങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുയപ്പത്തൊടി ഫാമിലി സാഹിത്യോത്സവം